നമ്മുടെ സംസ്ഥാനത്തിന്റെ ആസ്ഥാന മരുമോനായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസനൻ ദേശീയപാത ഗഡ്കരിക്ക് തിരിച്ചു കൊടുത്തു. അതുപോലെ ഉണ്ണി മുകുന്ദനെ സംഘികൾക്ക് തിരിച്ചു നൽകാൻ വേണ്ടുന്നതായിട്ടുള്ള തയ്യാറെടുപ്പ് സുഡുക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ മാനേജരെ മാർക്കോ സമ്പ്രദായത്തിൽ ഉണ്ണി മുകുന്ദൻ കൈകാര്യം ചെയ്തു എന്ന് പറയുന്ന വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉണ്ണിയിലെ സംഘിസം ഉണർന്നു എന്ന മട്ടിൽ അങ്ങനെ ഒരു അധിക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തീവ്ര സമാധാനവാദികളായിട്ടുള്ള മലയാള ഹമാസനന്മാർ രംഗത്ത് വരാനുള്ള എല്ലാ സാധ്യതയും പോകാൻ കാണുന്നുണ്ട്. ഉണ്ണി മുകുന്ദനെ സംഘികൾ ഏറ്റെടുക്കുകയോ സംരക്ഷണ ബുദ്ധിയോടുകൂടി അദ്ദേഹത്തെ സമീപിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നൊരു അഭിപ്രായം പോകനുണ്ട്. ആ അഭിപ്രായം പങ്കുവെക്കുക എന്ന് പറയുന്ന ഉന്നത്തോടുകൂടിയാണ് പോകൻ നാവുമെടുത്ത് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഭക്തനാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയവാദിയുമാവാം. എന്നാൽ അയാൾ ഒരു കാലത്തും സംഘിയായിരുന്നില്ല. അത് പോകന്റെ ഒരു ബോധ്യമാണ്. ഭക്തിയും ദേശീയതയുമല്ല, അല്ലെങ്കിൽ ഭക്തിയും ദേശീയതയും ഹൈന്ദവതയുമല്ല ഒരാളെ സംഘിയാക്കുന്നത്. സംഘി എന്നത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു മനോഭാവമാണ്. അത് പെറ്റ മണ്ണിനോടുള്ള കൂറാണ്. മറ്റെന്തിനേക്കാളും ജന്മനാടിനോട് നമ്മൾ വെച്ചു പുലർത്തുന്ന സ്നേഹത്തിന്റെ, സത്യസന്ധതയുടെ, കൂറിന്റെ, ആത്മാർത്ഥതയുടെ സംജ്ഞയാണ് സംഘി എന്നത്. സത്യത്തിൽ അസൽ സംഘികളുടെ ദേശീയതയെയും ഹൈന്ദവ ബുദ്ധിയെയും അല്ലെങ്കിൽ ദേശീയ മനോഭാവത്തെയും അതുപോലെ തന്നെ രാജ്യസ്നേഹത്തെയും ഒക്കെ ഉണ്ണി മുകുന്ദനെ പോലുള്ള വ്യാജ സംഘികൾ സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉണ്ണി മുകുന്ദനെ പിന്തുണയ്ക്കുന്ന സംഘികളെയും തീർച്ചയായിട്ടും അസൽ സംഘികൾ വളരെ കരുതലോടുകൂടി സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു അഭിപ്രായവും പോങ്ങൻ വളരെ ആത്മാർത്ഥമായി വെച്ച് പുലർത്തുന്നുണ്ട്. ഈ ഉണ്ണി മുകുന്ദന്റെ ഭക്തിബുദ്ധിയെയും ദേശീയ ബോധത്തെയും അതുപോലെ തന്നെ ഹൈന്ദവ നാമത്തെയും സംഘി നുകത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നവർ സ്വാർത്ഥ ബുദ്ധിയുള്ളവർ മാത്രമാവുമെന്ന് പറയുന്ന ഒരു പക്ഷവും പോങ്ങനുണ്ട്. സ്വാർത്ഥ ബുദ്ധിയുള്ള സംഘി എന്ന് പറഞ്ഞാൽ കാവിക്കൊങ്ങിയെന്നോ കുങ്കുമപ്പൊട്ടൻ കമ്മിയെന്നോ മാത്രമാവും അർത്ഥം. അത്രമാത്രം അർത്ഥമേ അതിന് കൽപ്പിക്കേണ്ടതുള്ളൂ. വളരെ ആദരണീയരായിട്ടുള്ള സാധാ സംഘികളെ, നിങ്ങളിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ അവശേഷിക്കുന്ന പ്രതീക്ഷ. അത് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി പെരുമാറണം. ഒരു ഹൈന്ദവ നാമധാരിയുടെ ഭക്തി പ്രകടനമോ ദേശസ്നേഹി വേഷം കെട്ടോ കണ്ട് അവർക്കെല്ലാം നിങ്ങൾ ചുമ്മാതങ്ങനെ അങ്ങ് വളമായി മാറിക്കൊടുക്കരുത്. ഉണ്ണി മുകുന്ദൻ സംഘിയല്ല. ഈ ഉണ്ണി മുകുന്ദനെ പോലെ സംഘിയല്ലാ സംഘികൾ തീർച്ചയായിട്ടും നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി സാധാ സംഘികൾ തീർച്ചയായിട്ടും അത് കാണിക്കണം. അതുകൊണ്ട് കേരളീയ ഹമാസനന്മാർ ഉണ്ണി മുകുന്ദനെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ നോക്കിയാൽ ഒരിക്കലും അയാളെ സ്വീകരിച്ച് തലയിൽ ചുമക്കരുത്. നാറും ഭസ്മക്കുറിയും കുങ്കുമവും മായിച്ച് ഒട്ടകനാട്ടിലെ സ്വർണ്ണ മണൽത്തരികൾ കൊണ്ട് സ്വന്തം ലോഗോ പുതുക്കിപ്പണിത് മാർക്കോയിലേക്ക് ചാടി ചുളുവിൽ സൂപ്പർ താരമായി മാറിയവനാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ, അല്ലേ? സത്യത്തിൽ ഉണ്ണിയെ സുഡുക്കൾ വളരെ മനോഹരമായി ഒതുക്കിയതാണ് എന്ന് പറയുന്ന ഒരു ചിന്ത അന്നും ഇന്നും എനിക്കുണ്ട്. ഇതേ തന്ത്രം മോഹൻലാലിന് നേരെയും അവർ പ്രയോഗിച്ചു. പൃഷ്ഠരാജനെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ മനോഹരമായി അദ്ദേഹത്തെ കെണിയിൽ കൊണ്ട് ചാടിച്ചു. എന്നാൽ ആ മനുഷ്യൻ സുഡുക്കെണിയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ദൈവാധീനം കൊണ്ട്, അതല്ലെങ്കിൽ ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ തുടരും. ഉണ്ണി മുകുന്ദന് തുടരണമെങ്കിൽ ഒന്ന് എന്ന് തുടങ്ങണം. എന്തായാലും ഉണ്ണിയുടെ തല്ലുകൊണ്ട മാനേജർ എല്ലാ അർത്ഥത്തിലും അത് കൊള്ളേണ്ടവൻ തന്നെ ആയിരുന്നു എന്ന് അയാളെ അടുത്തറിയാവുന്നവരിൽ നിന്നും തീർച്ചയായിട്ടും പോങ്ങൻ മനസ്സിലാക്കി. അയാളുടെ സംസാരം അത് ശരിവെക്കുന്നതാണെന്ന് തോന്നുകയും ചെയ്തു. പോങ്ങൻ കേട്ട കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് എന്ന് അയാളുടെ തന്നെ നാവ് പോങ്ങനോട് പറയുകയും ചെയ്തു. വിശ്വസ്തൻ എന്ന നാട്യത്തോടുകൂടി ഒപ്പം നിന്നുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, ഒരാളെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ, അവർക്കിടയിലെ ഒരുമ നഷ്ടപ്പെടുന്ന കാലത്ത് പുറത്തുവിടുമെന്ന് ഭീഷണി പറയുന്ന ഒരു മനുഷ്യൻ, അതാരായാലും അയാൾ അന്തസ്സില്ലാത്തവനാണ്, ഒട്ടും നന്മയില്ലാത്തവനാണ്, തീർച്ചയായിട്ടും തല്ലുകൊള്ളേണ്ടവനാണ്. അതാണ് പോകേണ്ട ഒരു പക്ഷം. ഈ ടിനോവോ തോമസിന്റെ മാനേജരും ഇതേപോലെ തല്ലുവാങ്ങി പുറത്തു പോയവനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് വലിയ വാർത്തയൊന്നുമായില്ല. ആ തല്ലുകൊണ്ടവൻ അന്തസ്സുള്ളവനായിരുന്നത് കൊണ്ട് ഉണ്ടചോറിന്, അതുവരെ ഉണ്ടചോറിനുള്ള കൂറ് തീർച്ചയായിട്ടും ടിനോവോ തോമസിനോട് പുള്ളി കാട്ടി, മിണ്ടാണ്ടിരുന്നു. അല്ലെങ്കിൽ വലിയ പുകിലിനൊന്നും പോയില്ല. എന്തായാലും അത് അവരുടെ കാര്യം മാത്രമാണ്. ഇപ്പോൾ ഈ ഉണ്ണി മുകുന്ദന്റെ മാനേജർ ഇതുപോലൊരു കാര്യവുമായി പുറത്തു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സുഡു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കാനും സാധ്യതയുണ്ട്. ഉണ്ണിയെ എല്ലാ നിലയിലും പൂട്ടുക എന്നുള്ള ഉന്നത്തോടുകൂടി മാത്രം ഒരു നീക്കം നടത്തിയത് തന്നെയാണ്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നില്ല, ഇപ്പോൾ പറയുന്നില്ല. മാനേജരെ തല്ലിയതിന്റെ പേരിൽ ഉണ്ണിയെ വിമർശിക്കാൻ പോങ്ങൻ തീർച്ചയായിട്ടും ആളുമല്ല. ചില മനുഷ്യർ നല്ല 4 തല്ലർഹിക്കുന്നവരാണ്. ചില മനുഷ്യർ അങ്ങനെയാണ്, നല്ല 4 തല്ല് അവർ അർഹിക്കുന്നുണ്ട്. ഉണ്ണിയുടെ മാനേജർ അത് അർഹിച്ചിരുന്നു. അർഹിച്ചത് നൽകാനുള്ള ആവതും മനസ്സും
ഉണ്ണിക്കുമുണ്ടായിരുന്നു. ഉണ്ണി അയാളുടെ മാനേജരെ തലങ്ങും വിലങ്ങും ആദരിച്ചു. അയാളിലെ തല്ലുകൊള്ളിയെ അംഗീകരിച്ചു. അത് അവരുടെ മാത്രം കാര്യം. കിട്ടിയ തല്ല് പോരാ എന്ന് പരാതി ഉള്ളതുകൊണ്ടായിരിക്കും മാനേജർ ആവലാതിക്കാരനായി കോടതിയുടെ മുന്നിലേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ട്. കോടതിയുടെ മുന്നിലെത്തിയ നിലയ്ക്ക് നമുക്കതിന്മേൽ കൂടുതലൊന്നും പറയാൻ അവകാശമില്ല, പറയാൻ പാടില്ല, അത് മര്യാദയല്ല. അതുകൊണ്ട് പൊങ്ങൻ നാവടക്കം പാലിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രം സംഘികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്താം. കേരളീയ ഹമാസനന്മാർ ഉണ്ണി മുകുന്ദനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു തരും. വാങ്ങി സൂക്ഷിക്കരുത്, തലയിൽ ചുമക്കരുത്, നാറും. കാരണം ഉണ്ണി ഉള്ളുകൊണ്ട് സംഖ്യയല്ല. ആ മനുഷ്യൻ പരസ്യമായി നിങ്ങളുടെ സഹായം തേടുന്ന കാലം വരെ നിങ്ങൾ അയാളെ സഹായിക്കാൻ നിൽക്കുകയേ അരുത്. ആവശ്യപ്പെടാതെ നൽകുന്ന സഹായത്തിന് യാതൊരു വിലയും ഉണ്ടാവില്ല എന്ന് പോങ്ങൻ അറിഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കിയെടുത്തിട്ടുള്ള സത്യമാണ്. സത്യം. സ്നേഹം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മടികൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോങ്ങനെയും നിങ്ങളുടെ കൂടെ കൂട്ടുക. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം, നന്മകൾ.